കേരളത്തെ കടക്കിണിയിലാക്കിയത് തോമസ് ഐസക്കിന്റെ പത്രാസ് സാമ്പത്തിക ശാസ്ത്രമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. നമ്മുടെ കയ്യിൽ വലിയ സമ്പാദ്യമില്ലാത്തപ്പോൾ 4 ലക്ഷം രൂപ മുടക്കി ഒരു ചെറിയ വീട് വെച്ചാൽ വലിയ കടബാധ്യതയില്ല. പാലുകാച്ചലിന് വരുന്ന അതിഥികൾ അവരുടെ ശേഷിക്കനുസരിച്ചുള്ള സമ്മാനങ്ങളോ സംഭാവനകളെ തരൂ. എന്നാൽ 50 ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു ആഡംബര വീട് വെച്ച് പാലുകാച്ചലിന് വരുന്ന അതിഥികൾ വലിയ സമ്മാനങ്ങൾ തരും, അതുകൊണ്ട് വീട് പണിയുടെ കടം വീട്ടാം. ഇതായിരുന്നു തോമസ് ഐസക്കിന്റെ ധനശാസ്ത്രം. എന്നാൽ ആഡംബര വീടിന്റെ പാലുകാച്ചലിന് വരുന്ന അതിഥികൾ നൽകുന്ന സമ്മാനങ്ങളും സംഭാവനകളും കൊണ്ട് ആ വീട് പണിക്കെടുത്ത ലോണിന്റെ പലിശ പോലും അടച്ചു തീർക്കാൻ കഴിയില്ല. ഒടുവിൽ കടം വീട്ടാൻ നമ്മൾ നെട്ടോട്ടം ഓടേണ്ടി വരും. ഇതായിരുന്നു ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ ധനശാസ്ത്രത്തിന്റെ പരിണതി. തോമസ് ഐസക്കിന്റെ ആഡംബര വീടിന്റെ പേരാണ് കിഫ്ബി. വലിയ റോഡുകളും പാലങ്ങളും ഹൈടെക് കെട്ടിടങ്ങളും നിർമ്മിച്ചാൽ നാട്ടിൽ വലിയ ബിസിനസ് വളരുമെന്നും അതിലൂടെ GST നികുതിയായി വലിയ സമ്മാനങ്ങൾ തിരികെ ഖജനാവിലേക്ക് ഒഴുകുമെന്നും ഐസക് കണക്കുകൂട്ടി. കിഫ്ബി വഴി ബജറ്റിന് പുറത്തുനിന്ന് വൻതോതിൽ വായ്പയെടുത്തു. എന്നാൽ വലിയ കെട്ടിടങ്ങൾ വന്നതല്ലാതെ കടം വീട്ടാൻ തക്കവണ്ണം സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വരുമാനം ഉയർന്നില്ല. ഒടുവിൽ ബാങ്കുകാർ ജപ്തി ഭീഷണി മുഴക്കുന്നത് പോലെ കേന്ദ്ര സർക്കാർ കിഫ്ബി കടം സംസ്ഥാനത്തിന്റെ പൊതു കടപരിധിയിൽ വെട്ടിക്കുറച്ചു. KN ബാലഗോപാൽ നേരിട്ട കടക്കെണി അതായിരുന്നു. ഐസക് ഉണ്ടാക്കി വെച്ച ഈ ഭീമമായ സാമ്പത്തിക ബാധ്യതകളുടെ നടുവിലേക്കാണ് KN ബാലഗോപാൽ ധനമന്ത്രിയായി വരുന്നത്. കേന്ദ്രത്തിന്റെ നിയന്ത്രണങ്ങളും ഖജനാവിലെ ശൂന്യതയും കാരണം ഐസക്കിന്റെ പല സ്വപ്ന പദ്ധതികൾക്കും ബ്രേക്ക് ഇടാൻ അദ്ദേഹം നിർബന്ധിതനായി. പുതിയ കിഫ്ബി പദ്ധതികൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. വലിയ തുകകൾ വകയിരുത്തിയിരുന്ന തീരദേശ പാക്കേജ്, വൻകിട റോഡ് നവീകരണങ്ങൾ എന്നിവയ്ക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചു. സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ മരവിപ്പിച്ചും DA കുടിശ്ശികകൾ വൈകിപ്പിച്ചും കടുത്ത സാമ്പത്തിക അച്ചടക്കത്തിലൂടെ പലിശയും മുതലും ഒപ്പിക്കാൻ അദ്ദേഹം പാടുപെട്ടു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പുതിയ ബജറ്റ് കേരളം ഇന്ന് നേരിടുന്ന സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒന്നാണ്. മുൻകാലങ്ങളിലെ പോലെ കോടികളുടെ വമ്പൻ കെട്ടിട നിർമ്മാണങ്ങളോ പ്രായോഗികമല്ലാത്ത വിദേശ മാതൃകകളോ പ്രഖ്യാപിച്ച് ജനങ്ങളെ പറ്റിക്കാൻ ആ ബജറ്റ് ശ്രമിക്കുന്നില്ല. പകരം കടമെടുപ്പ് പരിധികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മുൻഗണന നൽകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. വലിയ കോൺക്രീറ്റ് നിർമ്മാണങ്ങൾക്ക് പകരം ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളായ ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം എന്നിവയ്ക്ക് കൃത്യമായ തുക വിലയിരുത്തി. വരുമാന വർധനവ്, കടമെടുപ്പ് കുറച്ച് സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം ശാസ്ത്രീയമായി കൂട്ടാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ക്ഷേമ പെൻഷനുകളും ഭവന പദ്ധതികളും തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുതൽ കാണിച്ചു. ആളുകളെ കാണിക്കാൻ 50 ലക്ഷത്തിന്റെ ലോൺ എടുത്ത് വീട് വെക്കുന്ന പത്രാസിനേക്കാൾ പ്രധാനം സ്വന്തം വരുമാനത്തിനനുസരിച്ച് കുടുംബം പുലർത്തുന്നതാണെന്ന തിരിച്ചറിവാണ് ഈ ബജറ്റ് നൽകുന്നത്. വലിയ പ്രഖ്യാപനങ്ങളുടെ ഭാരമില്ലാതെ കേരളത്തെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് തിരികെ നടത്താനുള്ള പ്രായോഗികമായ ഒരു ചുവടുവെപ്പാണ് പുതിയ ബജറ്റ്.